ഈ തുലാസിൽ ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിൽ ഏതാണ് എന്ന് ചോദിക്കാം. അത് യഥാർത്ഥ കേരള കോൺഗ്രസ്, കെ എം മാണിയുടെ കേരള കോൺഗ്രസ്, ഇപ്പോൾ ജോസ് കെ മാണി ചെയർമാനായിരിക്കുന്ന കേരള കോൺഗ്രസ്. ജോസ് കെ മാണി ഇപ്പോൾ യഥാർത്ഥത്തിൽ UDF-ലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷെ ഒരു വലിയ വിലപേശൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ വീണ്ടും UDF-ലേക്ക് വന്നാൽ വലിയ ദയനീയമായ ഒരു പരാജയം ഉണ്ടാകേണ്ടി വരുമോ എന്നുള്ളതാണ് ജോസ് കെ മാണി ആലോചിക്കുന്നത്. UDF ഒരുപക്ഷെ വിജയിച്ചാലും ജോസ് കെ മാണിക്ക് വലിയ പരാജയം സംഭവിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. UDF-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ അവിടെ രാജ്യസഭ MP ആയിരുന്നു, അത് അവിടെ തന്നെ കൊടുത്തിട്ട് പോകുന്നു. ഇവിടെ വന്നപ്പോൾ നിയമസഭയിൽ മത്സരിച്ച് നല്ല അന്തസ്സായിട്ട് പരാജയപ്പെട്ടു. വീണ്ടും രാജ്യസഭാ അംഗത്വം കിട്ടി, അതും ഏതാണ്ട് തീരാറായി വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ സാഹചര്യത്തിൽ ഈ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു കയറാൻ കഴിയുമോ? കാരണം പാല എന്തായാലും കൊടുക്കില്ല എന്ന് കാപ്പൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഒരു പിന്നാമ്പുറ വർത്തമാനമുള്ളത് ഈ ജോസ് കെ മാണിയെ ഒന്ന് അനുനയപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി ജോസ് കെ മാണി എന്തായാലും ഈ പാലയുമായിട്ടാണല്ലോ വലിയ ബന്ധമുള്ളത്. അതുകൊണ്ട് പാല ജോസ് കെ മാണിക്ക് തന്നെ കൊടുത്തിട്ട് കാപ്പനെ തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ലീഗ് ശ്രമിക്കുന്നത്. ലീഗാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു വലിയൊരു കാരണവർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു അനുരഞ്ജനത്തിൻ്റെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ലീഗിന് അധികാരത്തിൽ വരണം, അതുകൊണ്ടുകൂടിയാണ്. ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ. അപ്പോൾ കാപ്പനെ അവിടെ കൊണ്ടുപോയി, സുരക്ഷിത മണ്ഡലമാണ്, ലീഗിന്റെ മണ്ഡലമാണ്. ഇപ്പോൾ അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സ്ഥിതിക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് ലീഗിന് വ്യക്തമായ ഉറപ്പുണ്ട്. അങ്ങനെ മാണി സി കാപ്പനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. പാല കിട്ടിയാൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരും. പക്ഷേ എന്തായാലും ഇപ്പൊ ഇവിടെ LDF-ൽ കിട്ടിയ അത്രയും സീറ്റ് കിട്ടാനായിട്ട് സാധ്യത ഒരിക്കലുമില്ല. ജോസ് കെ മാണി അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് ജോസഫ് ഗ്രൂപ്പ് എതിർത്തുകൊണ്ടുമിരിക്കുകയാണ്. കാരണം അവരുടെ സ്പേസ് കുറഞ്ഞു വരുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്നതിൽ 5 സീറ്റ് കോൺഗ്രസ് തിരികെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജോസ് കെ മാണി LDF-ൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തില്ല. മറിച്ച് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഒക്കെ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ട് വാരത്തിൽ നടന്ന LDF യോഗത്തിലും കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജോസ് കെ മാണി തന്നെ എത്തണമെന്നില്ല. തിരുവനന്തപുരത്ത് ആരാണോ എത്താൻ കഴിയുന്നത് അവരെ എത്തിക്കണ്ടേ, അതും എത്തിയിട്ടില്ല. പിന്നെ അതിനൊക്കെ നാളുകൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് സഭ വിളിച്ചു കൂട്ടണമെന്നൊരാവശ്യം ഉയർന്നു. വന്യജീവി ശല്യം മലയോര മേഖലകളിൽ അതിശക്തമാണ്, ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അടിയന്തിരമായി സഭ കൂട്ടണമെന്നുള്ളത് LDF മുന്നണിയിൽ ഉന്നയിക്കാതെ പൊതു ഇടങ്ങളിൽ ജോസ് കെ മാണി ഉന്നയിച്ചു. ഇതൊക്കെ ഇറങ്ങാനുള്ള ഒരു വഴിയാണ് തേടുന്നത്. അതിനോടൊപ്പം ഇതാ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് LDF ജാഥ നടത്താൻ പോവുകയാണ്. അതിന്റെ മധ്യമേഖലയുടെ ജാഥയുടെ കൺവീനറായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ജോസ് കെ മാണിയാണ്. പക്ഷെ ജോസ് കെ മാണി ഇവിടെ ഉണ്ടാകത്തില്ല, സ്ഥലത്തുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം LDF-ൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് കാണുന്നത്. കാരണം ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തകർച്ചയാണ് ഉണ്ടായത്. അതിനോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വൻ തകർച്ചയുണ്ടായി. ഇതിന്റെ എല്ലാം ക്ഷീണത്തിൽ ഇനിയും LDF-ൽ തുടർന്നാൽ
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായി മാറേണ്ടി വരും. കേരള കോൺഗ്രസ് കുഴി തോണ്ടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് LDF വിട്ട് UDF വരാനുള്ള ഒരു ശ്രമം, ഈ 16-ാം തീയതി അവരുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമുണ്ട്. അതിലെന്തായാലും അന്തിമ തീരുമാനം ഉണ്ടാക്കും. ഇതിനിടയ്ക്ക് മതമേലധ്യക്ഷന്മാരും VD സതീശനുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ നിലവിലെ 5 MLA-മാരാണ് ജോസ് കെ മാണി വിഭാഗത്തിന് ഉള്ളത്. ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, റാന്നി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ. ഇതിൽ ഇടുക്കിയിലെ റോഷി അഗസ്റ്റിനും കാഞ്ഞിരപ്പള്ളിയിലെ ചീഫ് വിപ്പായിട്ടുള്ള ജയരാജനും റാന്നിയിൽ പ്രമോദ് നാരായണനും ചങ്ങനാശ്ശേരിയിൽ ജോസ് മൈക്കിളും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യനുമാണ്. ഇതില് 3 പേർ, അതായത് ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും റാന്നിയിലെയും MLA-മാർ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ LDF-ൽ തന്നെ തുടരാനാണ് സാധ്യത. അവർക്ക് അവിടെ തന്നെ തുടരണം എന്നുള്ള അഭിപ്രായവുമാണ് ഉയരുന്നത്. കാരണം ഈ രാഷ്ട്രീയ ധാർമ്മികത ഓർത്തുകൊണ്ട് UDF പാളയത്തിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. രാഷ്ട്രീയ ധാർമ്മികത നോക്കുകയാണ്. ഈ രാഷ്ട്രീയ ധാർമ്മികത നോക്കിയിരുന്നുവെങ്കിൽ 2021 ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നല്ലോ. 2021 പിണറായി വിജയന് തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വന്നത് തന്നെ. ഇനിയിപ്പോൾ ചങ്ങനാശ്ശേരി MLA-യും പൂഞ്ഞാറിലെ സെബാസ്റ്റ്യനുമാണ് ജോസ് കെ മാണി വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം UDF-ലേക്ക് വന്നാലും മന്ത്രിയാകുക എന്നുള്ള മോഹം അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ഒന്നുകിൽ കാപ്പന് തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണിയെ മലബാർ ബെൽറ്റിലെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഇടത്ത് ലീഗ് സ്ഥാനം നൽകി മാറ്റേണ്ടി വരും. വിജയിപ്പിച്ച് നിയമസഭയിലെത്തി മന്ത്രിയാകുക എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് UDF-ലേക്ക് വരും. പക്ഷെ ഒരു പിളർപ്പുണ്ടാകും. ആ പിളർപ്പിൽ 3 MLA-മാർ, ഇടുക്കിയിൽ നിന്നുള്ള റോഷി അഗസ്റ്റിൻ മന്ത്രി, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയരാജൻ, റാന്നിയിൽ നിന്നുള്ള പ്രമോദ് നാരായണന് LDF-ൽ തുടരുമ്പോൾ ചങ്ങനാശ്ശേരി MLA-യും പൂഞ്ഞാർ MLA-യും ജോസ് കെ മാണിയോടൊപ്പം ഉണ്ടാകും. അപ്പോൾ കേരള കോൺഗ്രസ് റോഷി അഗസ്റ്റിൻ എന്ന ഒരു വിഭാഗം കൂടി ഉണ്ടാകും. കേരള കോൺഗ്രസ് ആയതുകൊണ്ട് പിളരുന്നതൊന്നും കേൾക്കുമ്പോൾ ആർക്കും ഒരു ഞെട്ടലൊന്നും ഉണ്ടാകത്തില്ല. കാരണം പിളരണം, അതാണല്ലോ കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെ ഒരു പിളർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്തായാലും ഈ 2021 സെൻട്രൽ ട്രാവൻകൂറിൽ ജോസ് കെ മാണി വിഭാഗം നേടിയ അത്രയും വോട്ട് ഏതായാലും UDF-ലേക്ക് പോകുമ്പോൾ നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഒരു 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 വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്കും അങ്ങോട്ടും അങ്ങോട്ടും ചാടി മാറുന്നത് അധികാരത്തിനോടുള്ള, അതായത് രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാതായി പോകുന്നതിൻ്റെ തെളിവായി മാറുകയാണോ കേരള കോൺഗ്രസ്? നമുക്ക് ഓർക്കണം, ഈ KM മാണി എന്നൊക്കെ പറയുന്നത് UDF-ന്റെ ഒരു യഥാർത്ഥ ഫേസ് ആയിരുന്നു. KM മാണി ആയാലും മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയും ഇവരൊക്കെ ആയിരുന്നു UDF-ലെ അകത്തെ തിളക്കമാർന്ന താരങ്ങൾ. അങ്ങനെയുള്ള ആ തിളക്കമാർന്ന താരങ്ങളുടെ പാർട്ടിയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടി പോകുന്നത്. എന്തായാലും കേരള കോൺഗ്രസിന് ഒരു പിളർപ്പ് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്.